എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ഫോർവേഡ് കേക്ക് ഞാനും തയ്യാറാക്കി സക്സസ് ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്കും കൂടി ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്, ഓവനിലല്ല. ഇതിലേക്ക് ഒരു വളയം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം ഇറക്കി വെക്കാം. ഞാനിപ്പോൾ സ്റ്റീൽ പാത്രമാണ് വെക്കുന്നത്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഗ്യാസിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ക്രീം വിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്, അതും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇതുപോലൊരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത്രയും കുഴിവുള്ളൊരു പാത്രം വേണം. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് എടുത്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഓയിലിന് പകരം പാലെടുക്കാം. 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും വാനിലയുടെ പൗഡറാണ്. നിങ്ങൾക്ക് എസൻസ് ആണ് ഉള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് എടുക്കണം, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് മൈദ നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അത് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ കേക്ക് നല്ലതുപോലെ പൊന്തി വരുള്ളൂ. ഇതുപോലെ 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്ത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇത് മിക്സിയുടെ ജാറെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്യണം, ഒട്ടും വെള്ളം പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കുക. എപ്പോഴും ഒരു കിച്ചൺ ടവല് കേക്ക് ഉണ്ടാക്കുമ്പോൾ അടുത്ത് വെച്ചിട്ടുണ്ടാവണം. മുട്ട 2 എണ്ണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മുട്ട എടുത്താൽ മതി, കാരണം 1/2 കപ്പ് മൈദയിലേ നമ്മൾ എടുക്കുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് ഈ മുട്ടയുടെ സ്മെല്ല് അറിയാതിരിക്കാനായിട്ട് വാനിലയുടെ പൗഡർ കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടിയിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കടിക്കുന്ന പരുവത്തിൽ കിടക്കരുതും. അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര ആദ്യമേ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുത്താലും മതി. വലിയ തരികളുള്ള പഞ്ചസാര ആണെങ്കിൽ, ഇത് ചെറിയ തരികളായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചേർത്തിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒത്തിരി നേരം അങ്ങ് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട. പിന്നെ മിക്സിയുടെ ജാറ് ചൂടാവാതെ ശ്രദ്ധിക്കണം. ചൂടായാൽ ഒന്ന് തണുത്തതിന് ശേഷം അടിച്ചെടുക്കുക. ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യമായിട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സ്ലോവിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡിലേക്ക് തന്നെ അതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണ്. ബട്ടറോ ഓയിലോ കൊണ്ട് നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ എയർ ബബിൾസ് കളയണം. നല്ലതുപോലെ കളയണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് മുറിക്കുമ്പോൾ ഉള്ളിലൊക്കെ ഇങ്ങനെ ബബിൾസ് ആയിട്ട് നിൽക്കും. കുറച്ച് പ്രാവശ്യം ഇതുപോലെ തട്ടിക്കളഞ്ഞിട്ട് ഓവനിലേക്ക് മാറ്റി കൊടുക്കുക. ഓവനല്ല, ബേക്കിംഗ് ട്രേ. ഇത് 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യണം. ഇതുപോലെ ഹോൾ ഉള്ളിടത്ത് എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കണം. ഇനി ഇതൊരു 30 മിനിറ്റോളം വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മണം വരുമ്പോഴത്തേക്കും തുറന്ന് നോക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഷുഗർ സിറപ്പാണ് തയ്യാറാക്കുന്നത്. കേക്ക് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഷുഗർ,
അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെനില പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു സിറപ്പ് പരുവാകണം. ഇതിലും കുറച്ചും കൂടി കട്ടിയാവണം. ഒറ്റനൂൽ പരുവാകണ്ട, കുറച്ചൊന്ന് സിറപ്പ് പോലെ ആയി കിട്ടിയാൽ മതി. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് ഇത്. ഇനി ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ലതുപോലെയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതാ കേക്ക് ആയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. മുകൾ വശമൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൂക്ഷിച്ചിറക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്. ഉടനെ തന്നെ ചെയ്തെടുക്കരുത്. പിന്നെ ഒരുപാട് നേരം ഈ ബേക്ക് ചെയ്ത പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. ഇനി ഇതാ തണുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഒരുപാട് നേരം തണുക്കാൻ വെക്കണ്ട. ഒരുവിധം തണുത്തതിന് ശേഷം നമുക്കിത് മാറ്റി കൊടുക്കാം. ഇതുപോലൊരു കത്തി വെച്ച് സൈഡ് ആദ്യം ഒന്ന് വിടിയിപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കമത്തി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കേക്ക്. ഞാൻ എന്താ കാണിച്ചു തരാം. ശരിക്കും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് തണുക്കാൻ വെക്കാം. ഒന്ന് മൂടി വെക്കണം. ഒരു ടവലിട്ടോ വല്ലതും മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. എന്താ ഇതിൻ്റെ 1/4 ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. 3/4 ഭാഗത്തോളം അങ്ങനെ നിർത്തിയിട്ട് 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് മാറ്റണം. ഇത്രയും ഭാഗമാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് കത്തി പെട്ടെന്ന് അങ്ങ് കയറി പോകുന്നുണ്ട്. ഇനി ഇത് മുറിച്ച് മാറ്റിയിട്ട് അതങ്ങ് മാറ്റി വെച്ചേക്കാം നമുക്ക്. ഇതാ ഇത്രയും സോഫ്റ്റ് ആണ് കേക്ക്. ഇനി ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സാധാരണ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ അതുപോലെയാണ്. എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്? ഇങ്ങനെയാണ് ടോപ്പ് ഫോർവേഡ് കേക്കിന് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ പീസ് ആക്കുവാണ്. പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പീസ് ആക്കുന്ന വശം മാറി മാറി പോകരുത്. ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഡറിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കണം. മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നമുക്കത് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 പീസ് ആക്കുവാണ് ഞാൻ. ഒരുപാട് ചെറിയ പീസുകൾ ആക്കണ്ട. അതുപോലെ 4 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കൊണ്ടിട്ട് ഓവറായിട്ട് അങ്ങ് വെറ്റ് ചെയ്യേണ്ട. ചിലപ്പോൾ കേക്ക് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഓവറായിട്ട് ചെയ്യേണ്ട. അത്യാവശ്യം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, മസ്റ്റാണ്. ഇല്ലെങ്കിൽ കേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇതെല്ലാം ഒന്ന് ഇതുപോലെ വെറ്റ് ചെയ്തെടുക്കാം. വെറ്റ് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഓർഡറിൽ അങ്ങ് ആക്കി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോവും. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും നല്ലതുപോലെ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഇതാ നമുക്ക് കേക്കിനുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ച. നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് പോരെന്നുണ്ടെങ്കിൽ ബാക്കി ക്രീം വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ 1 കപ്പേ ചെയ്തെടുക്കുന്നുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഇങ്ങനെ അനങ്ങാത്ത പരുവമാകുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇത് ഇങ്ങനെ കമഴ്ത്തി പിടിക്കുമ്പോൾ താഴത്തോട്ട് പോവരുതും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിലേക്ക് ഞാൻ കുറച്ച് കേക്കിൻ്റെ
ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നിൽക്കാൻ വേണ്ടിയാണ്. ഇനി ഇതാ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിതാ ആദ്യം മുറിച്ച ഭാഗം ഉണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ക്രീം ആക്കി കൊടുക്കാം. ക്രീം ആക്കി കൊടുക്കുമ്പോൾ നല്ല നിരപ്പിനാക്കി കൊടുക്കണമെങ്കിൽ അതിങ്ങനെ സ്റ്റാൻഡിലായിട്ട് നിൽക്കുള്ളൂ നല്ല ഇതിൽ. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കണം നമുക്ക്. ഒന്ന് നിരപ്പാക്കി കൊടുക്കണം, എങ്കിലേ കേക്ക് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നോക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട്. നമ്മൾ ആ കറക്റ്റ് ബേക്കായ ഭാഗം ഉണ്ടല്ലോ അതൊരു സൈഡിലും ഈ ഇപ്പുറത്തെ ഭാഗം ഒരു സൈഡിലും ആണെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കോട്ടിങ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം ഒന്നാക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് താഴത്തുനിന്ന് മുകളിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ ആ ടോപ്പ് പോർഷനിൽ ക്രീം തേക്കരുതും. ഇതുപോലെ പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് ഇതാ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ ഭാഗം കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഈ സൈഡ് കൂടി നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഒരുപാട് ക്രീം വാരി തേക്കണ്ട, കുറച്ച് ക്രീം വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ടോപ്പ് പോർഷനിലും കൂടെ ചെയ്തെടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ബാക്കി കൂടെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ മസ്റ്റായിട്ട് വെക്കണം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ ക്രീം തീർന്നിരുന്നു. അപ്പോൾ അടുത്ത ക്രീം കൂടെ ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് ആ ബാലൻസ് നിൽക്കുന്ന കേക്കൊക്കെ ഇതുപോലൊന്ന് ഇത് സ്ക്രാപ്പർ കൊണ്ട് ഷേപ്പാക്കി എടുക്കാം നമുക്ക്. ഇങ്ങനെ വരുന്ന കേക്ക് ഇതുപോലൊരു ടിഷ്യൂലേക്ക് തുടച്ച് മാറ്റണം. എന്നിട്ട് വേണം ഇനി അടുത്തത് ചെയ്യാനായിട്ട്. മൊത്തത്തിലൊന്ന് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് പ്യുവർ റെഡ് അല്ല, ഒരു പീച്ച് റെഡാണിത്. ഇനി ഇതിലേക്ക് 3-4 ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ലതുപോലെ മിക്സ് ആക്കി വന്നിട്ടുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ ഇത്. ഒരു പീച്ച് റെഡ് നല്ലൊരു കളറാണ്. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു നോസിൽ വെച്ചിട്ട് ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം. ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലൊരു ഫ്ലവർ ആക്കി കൊടുക്കുന്നുണ്ട്. 3 ഫ്ലവറാണ് ഞാൻ ഒരു സൈഡിലാക്കി കൊടുക്കുന്നത്. ഇതുപോലെ സൂക്ഷിച്ച് ചെയ്യണം, കേക്ക് മറിഞ്ഞ് വീഴരുത്. ഈ താഴത്തെ പോർഷനൊക്കെ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പുഷ് ചെയ്തൊക്കെ ചെയ്താൽ അങ്ങ് മറിഞ്ഞ് വീണു പോകും. ഇതാ 3 ഫ്ലവർ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനിലും ഇതുപോലൊന്ന് 3 ഫ്ലവർ വെച്ച് ഞാൻ ചെയ്ത് കൊടുക്കട്ടെ. ബാക്ക് പോർഷനിലും ചെയ്ത് കൊടുക്കണം, ഒരു പോർഷനിൽ മാത്രം ചെയ്താൽ പോരാ. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ഫ്ലവർ അല്ല, ചെറിയ ഡോട്ട് പോലെ ഒന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് വരാം. ഇതാ ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് വൈറ്റും പീച്ചും കൂടെ മിക്സ് ആക്കിയ പോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതാ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക.
അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ബൈ. അപ്പോൾ അതുവരേക്കും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക.